ധന്യ വി എസ് അച്യുതാനന്ദൻ്റെ നിര്യാണം, അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു വിഷയം കൂടി ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. അതായത് കെ രമ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, അവരൊരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് മത്സര രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയല്ല. ഒരു കുടുംബിനിയായിട്ട് ഒതുങ്ങി, അതായത് ടി.പി. ചന്ദ്രശേഖരൻ്റെ നിഴലായി ഒതുങ്ങിയിരുന്ന ഒരു വനിതയായിരുന്നു അവർ. പക്ഷേ അദ്ദേഹത്തിനെ 51 വെട്ടി കൊലപ്പെടുത്തുന്നു. ഇതിനെ തുടർന്ന് RMP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമര സ്ഥാനത്തേക്ക് കെ രമ വരുന്നു. എന്നിട്ടും അവർ ഒരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്കുള്ള രംഗപ്രവേശം ഇല്ലായിരുന്നു. പക്ഷേ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വി എസ് അച്യുതാനന്ദൻ അപ്രതീക്ഷിതമായി കെ രമയെ സന്ദർശിക്കുക. അതായത് ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് 30 ദിവസം അത്ര ആവുന്നുള്ളൂ. ആ ഒരു തീവ്രമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ രമയെ സന്ദർശിക്കുന്നു എന്നുള്ളത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ പോലും സ്വാധീനിച്ചു എന്നുള്ളത് പിന്നീടുള്ള ചരിത്രം. അപ്പോൾ വി എസ് എന്ന് പറയുന്ന ഒരു വി എസ് ഫാക്ടർ സത്യത്തിൽ കെ രമയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സൃഷ്ടിക്ക്, അല്ലെങ്കിൽ അവരൊരു സജീവ രാഷ്ട്രീയ അതായത് പൊതു തെരഞ്ഞെടുപ്പ് അടക്കമുള്ള മത്സര രംഗത്തേക്ക് കെ രമയെ കൈപിടിച്ചുയർത്തുന്നതിൽ വി എസ് ഒരു പങ്ക് വഹിച്ചിട്ടില്ല. തീർച്ചയായിട്ടും കെ രമ എന്ന് പറയുന്ന, ഞാൻ പറയുന്നത് കത്തിജ്വലിക്കുന്ന തീയാണവർ. പിണറായിയെ മുട്ടുകുത്തിച്ച മറ്റൊരു വനിതാ നേതാവിനെ എനിക്കറിയില്ല. പിണറായിയുടെ മുഖത്ത് നോക്കി കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാൻ നിയമസഭയിൽ പിണറായിയെ വെള്ളം കുടിപ്പിച്ച ഒരു MLA ആണ് കെ രമ. ആ രീതിയിലേക്ക് ഇപ്പോൾ പ്രബലമായിട്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കുടുംബിനിയായി, മക്കളുടെ അമ്മയായി, ടി.പിയുടെ ഭാര്യയായി മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച കെ രമ ഇന്ന് പൊതുരംഗത്ത് നിൽക്കുന്നെങ്കിൽ അതിലൊരു കാരണം വി എസ് അച്യുതാനന്ദൻ തന്നെയായിരിക്കും. അന്ന് ആ ഇറങ്ങിയ ചിത്രം തിരഞ്ഞെടുപ്പിനെ 2012 മെയ് 4 ടി.പി. ചന്ദ്രശേഖർ 51 വെട്ടി മരണപ്പെടുന്നത്. അതിനുശേഷം 30 ദിവസം കഴിഞ്ഞപ്പോഴാണ് നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വി എസ് കെ രമയെ സന്ദർശിക്കാൻ വരുന്നു. ആ ചിത്രം വലിയ വൈറലായിരുന്നു. കൈകൂപ്പി നിൽക്കുന്ന വി എസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് കെ രമ കരയുന്ന ഒരു ചിത്രവും വി എസിൻ്റെ കണ്ണാടി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതും ഒക്കെ വലിയ ചർച്ചയായി. പക്ഷേ അപ്പോഴും പാർട്ടി വി എസിനെ തള്ളിപ്പറഞ്ഞു. അന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് കെ രമയെ കാണാൻ പോയതും അത് പാർട്ടിക്കുണ്ടാക്കിയ നഷ്ടങ്ങളുമൊക്കെ പിന്നീട് പലതവണ പാർട്ടിക്കുള്ളിൽ വി എസിനെ ഒറ്റപ്പെടുത്താൻ അത് കാരണമായി. പക്ഷെ അപ്പോഴും നിലപാടുകൾ താൻ ചെയ്തത് ശരിയാണ്, ഒരു സ്ത്രീയെ വിധവയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തൻ്റെ പാർട്ടിയിലുള്ളവർ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അവരോട് ചെന്നത് കണ്ട് അവർക്ക് എൻ്റെ മനസ്സുകൊണ്ടെങ്കിലും ഞാൻ അവരോട് മാപ്പ് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയ നേതാവ്. ഇവിടെയാണ് വി എസ് എപ്പോഴും വ്യത്യസ്തനാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ജനകീയനാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ അതിലപ്പുറം കുറച്ചുകൂടി പാർട്ടിക്കാർക്ക് വേണ്ടി, ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങളാണ് അവിടെ തടിച്ചു കൂടിയതെങ്കിൽ പ്രേമലാലേട്ടൻ പറയുന്നത് പോലെ വി എസ് മരിച്ചപ്പോൾ അവിടെ തടിച്ചു കൂടിയത് മുഴുവൻ പാർട്ടി പ്രവർത്തകരായിരിക്കും. കാരണം അവരുടെ നെഞ്ചിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. അവർക്കൊരിക്കലും ആ 2 അക്ഷരത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, കാരണം പലരും പറയുന്നത് കമ്മ്യൂണിസം തീർന്നു കേരളത്തിലെ, കമ്മ്യൂണിസത്തിൻ്റെ അവസാന മുഖ്യമന്ത്രിയായിരുന്നു വി എസ്. അവർക്ക് പിണറായിയെ മുഖ്യമന്ത്രിയായി പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല വി എസിനപ്പുറം എന്നുള്ളതാണ്. വി എസിൻ്റെ പല നിലപാടുകളും കേരളത്തിലെ ഒരു പ്രമാദമായ ബലാത്സംഗ കേസിലെ ഒരു പ്രതിയെ വി എസ് സന്ദർശിക്കാൻ പോയതും VIP പരിഗണന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു VIP പേരൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് അന്നത് കേരള രാഷ്ട്രീയം വലിയ ചർച്ചയാക്കി. നമുക്കിപ്പോൾ ആ പേരോ അതോ പറയാൻ പറ്റില്ല, അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. അപ്പോൾ വി എസ് എപ്പോഴും ഇപ്പം ലോട്ടറി മാഫിയക്കെതിരെയും ഭൂമാഫിയക്കെതിരെയും ഒക്കെ സംസാരിച്ച വി എസ് പൂച്ച കറുത്തതായാലും വെളുത്തതായാലും അങ്ങനെ എന്തോ ഒരു പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഉണ്ട്. മൂന്നാർ കയ്യേറ്റ സമയത്ത് ദൗത്യ സംഘത്തെ കരിമ്പൂച്ചകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഈ ട്രാക്ടർ കൊണ്ടുവന്ന് പിന്നെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനും പിന്നെ കുറച്ചുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പിന്നെ അവരെ കുറച്ചുകൂടി ചേർത്ത് നിർത്താൻ വി എസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തകരോടൊപ്പം തന്നെ എന്താ പറയുക, ഇത്രത്തോളം ജനവിരുദ്ധ വികാരം വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയനേക്കാൾ ഒരുപിടി മുന്നിൽ തന്നെയാണ് എപ്പോഴും വി എസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. വി എസ് 100 വയസ്സായപ്പോഴും 101 വയസ്സിലാണ് വി എസ് വിടവാങ്ങുന്നതെങ്കിലും ഈ 101 വയസ്സ് വരെ കേരളത്തിലെ ജനങ്ങളുടെയും പാർട്ടിക്കാരുടെയും മനസ്സിൽ വി എസ് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്.
ഇപ്പോൾ 100 വയസ്സ് തികഞ്ഞ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ അത്രയും അനുഗ്രഹിക്കപ്പെട്ടവരാണ് അവരെന്ന് നമ്മൾ ചിന്തിക്കും. 100 വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന മഹാഭാഗ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാൾ മടങ്ങുമ്പോൾ ഇപ്പോഴും പാർട്ടി പ്രവർത്തകർ കരയുകയാണ്, അവരുടെ ശബ്ദം ഇടറുകയാണ്. ലാൽ സലാം സഹാബ് എന്ന് വിളിക്കുമ്പോൾ പലരും ഇടറിയ ശബ്ദത്തോടെയാണ് അത് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ VS അവരുടെ മനസ്സിലൊരു വികാരമായി മാറിയതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ കമ്മ്യൂണിസത്തെ പിന്നെ എനിക്ക് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ ആ രാഷ്ട്രീയത്തോടോ ഒരു ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമല്ല എൻ്റെ രാഷ്ട്രീയം. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നേതാക്കളിൽ ഒരാൾ ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കൊരു പേരുണ്ട്, അത് VS അച്യുതാനന്ദൻ എന്നാണ്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പിന്നെ എതിർ പാർട്ടിയിലുള്ളവരെ അദ്ദേഹം കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അതിലൊരു VSൻ്റെതായ ഒരു ശൈലിയുണ്ട്. അത് പരിഹാസത്തിലൂടെയും പുച്ഛത്തിലൂടെയും ഒക്കെ VS അത് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ശൈലിയുണ്ട്. കൊള്ളേണ്ടിടത്ത് അത് കുറുക്കി കൊള്ളുന്നുണ്ട്. പിണറായി വിജയനോട് കൃത്യമായി പാർട്ടിക്കുള്ളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലായപ്പോൾ, പാർട്ടി നാമാവശേഷമാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി പാർട്ടിക്കകത്ത് നിന്ന് നിലപാടെടുത്തത് കൊണ്ടാണ് VSനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഭരണപരിഷ്കാര കർത്താവ് എന്ന് പറയുന്ന ഒരു സീറ്റ് നൽകി ഒരിടത്ത് കുത്തിയിരുത്തിയത്. അതോടുകൂടി അദ്ദേഹത്തെ അവശനായി. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം കിടപ്പിലായി. പിന്നെ അദ്ദേഹത്തെ ഇപ്പം വിടവാങ്ങുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ KK രമയെ ഉള്ളവരെയും അത്തരത്തിൽ സ്ത്രീകളോടും ഈ സാധാരണക്കാരോടും ഒക്കെ ഏറെ അനുകമ്പ പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വിടവാങ്ങുമ്പോൾ സ്വാഭാവികമായും RMPയിലുള്ള ഒരു നേതാവായ KK രമ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അഭിവാദ്യങ്ങൾ സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും KK രമ അത് പറയണം. കാരണം ആ സമയത്തും തൻ്റെ പാർട്ടിയിലുള്ളവർക്ക് അതിൽ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അത് ധൈര്യപൂർവ്വം അവരെ ചെന്ന് കാണാൻ കാണിച്ച ഒരു മനസ്സുണ്ട്. അത് പണ്ടത്തെ വിപ്ലവ വീര്യത്തിൻ്റെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ എന്നൊക്കെ അണികൾ പറയുന്നത് പോലെ ആ വിപ്ലവ വീര്യത്തിൻ്റെ ഒരു പകരം വയ്ക്കാനില്ലാത്തൊരു നേതാവ് തന്നെയാണ്. ആർക്ക് മുകളിലുമല്ല ആർക്ക് താഴെയുമല്ല VSൻ്റെതായ ഒരു പാത അല്ലെങ്കിൽ വഴി വെട്ടിയിട്ടിട്ട് തന്നെയാണ് മടങ്ങുന്നത്. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതായത് മുതലാളിത്ത വിരുദ്ധ തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. ആ പ്രത്യയശാസ്ത്ര അടിസ്ഥാനമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ അവസാന നേതാവാണ് VS. ഇപ്പോൾ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയമല്ല CPM, മുതലാളിത്തവും ഇപ്പോൾ പ്രായോഗിക രാഷ്ട്രീയമാണ്. അതായത് പണ്ട് എതിർത്ത കുത്തക മുതലാളിമാരെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെ അവരുമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു രാഷ്ട്രീയം VSന് വഴങ്ങുന്നതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും അതിന് വിരുദ്ധമായ കുറേ നിലപാടുകൾ എടുത്തപ്പോൾ അദ്ദേഹത്തിന് വികസന വിരോധി എന്ന മുദ്ര കുത്തപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിനെതിരെ വന്ന ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ പിന്തുണച്ചവരെ അല്ലെങ്കിൽ ഈ VS പക്ഷം, ഈ CPMൽ ഗ്രൂപ്പിസം ഇല്ല എന്നാണ് അവർ പറയാറ്. പക്ഷേ നമുക്കറിയാവുന്ന സംഗതിയാണ് VS പക്ഷവും പിണറായി പക്ഷവും ഉണ്ടായിരുന്നു, കലഹിച്ചിരുന്നു. അപ്പോൾ VS പക്ഷത്തിൻ്റെ ഭാഗമായി നിന്നവരെ സംരക്ഷിച്ച് നിർത്താൻ കൃത്യമായ ഇടപെടൽ നടത്താതിരുന്നൊരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ കരുതപ്പെടുന്നത്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കാര്യം തന്നെ എടുക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്ന സുരേഷ്, അതേപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു ലതീഷ് P ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഓരോ കാലഘട്ടത്തും അവഗണിക്കപ്പെടും. VSന് വേണ്ടി നിലപാടെടുത്തിട്ട് അതിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ടു പോയ നേതാക്കളൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ അതായത് തൻ്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും അതിൽ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ട്, അതിൽ ഉറച്ചു നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നേരിടേണ്ടി വന്ന, ഒരു പക്ഷേ VS ഇതിനോടൊക്കെ സന്ധി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും ഈ മരണാസന്നമായ നിലയിൽ പോലും അദ്ദേഹം ഒരു കുറേ കൂടി ശക്തനായ അല്ലെങ്കിൽ കുറേ കൂടി ഉയർന്ന ഒരു പദവിയിൽ ഇരിക്കേണ്ട ഒരു നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തങ്ങളിൽ, ആദർശങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്.